ഒടുവിൽ വെള്ളാപ്പള്ളി നടേശൻ വേണ്ടി വന്നു. സവർണ മാടമ്പിയും ധിക്കാരിയും അഹങ്കാരിയുമായിട്ടുള്ള സതീശ മേനോൻ എന്ന സവർണ തമ്പുരാൻ്റെ അഹങ്കാരത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് വിളിച്ചു പറയാൻ നേരത്തെയും ആവർത്തിച്ചിരുന്നു. പക്ഷേ മാധ്യമ സ്ഥാപനങ്ങൾക്കുള്ളിലെ ഭൂരിപക്ഷ സവർണ മനോഭാവക്കാർ ആ ധിക്കാരത്തെയും ധാർഷ്ട്യത്തെയെല്ലാം പൊതിഞ്ഞു പിടിച്ചു, വെള്ളപൂശി പുറത്തിറക്കി, ആ ഹുങ്കിനെ സ്വാഭാവികമെന്നുള്ള നിലയിൽ അവതരിപ്പിച്ചു. പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഈ ധിക്കാരവും ധാർഷ്ട്യവും എല്ലാ കാലത്തും ഒളിപ്പിച്ചു പിടിക്കാൻ പറ്റില്ലല്ലോ. പിന്നോക്കക്കാരനായിട്ടുള്ള പിണറായി വിജയൻ ഒന്ന് നോക്കിയാൽ പോലും അതെല്ലാം ധിക്കാരവും ധാർഷ്ട്യവുമായി ചിത്രീകരിച്ചിരുന്നവർ ഒടുവിൽ സതീശ മേനോൻ എന്ന സവർണൻ്റെ ധിക്കാരത്തെക്കുറിച്ച് സംസാരിക്കേണ്ട അവസ്ഥ ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് വരാൻ അവസരമൊരുക്കിയതും പിന്നോക്ക നേതാവായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. പിന്നെയും അദ്ദേഹം ആവർത്തിച്ചു. ഭരണത്തിലേറാൻ കൊതിച്ചിരിക്കുന്നവർക്ക് സതീശൻ്റെ ഈ ധിക്കാരം തിരിച്ചടിയാകുമെന്ന് ഒരു പിന്നോക്ക നേതാവ് പറഞ്ഞപ്പോൾ ഇപ്പോൾ അത് ഹോട്ടാണ്. കാര്യം തിരഞ്ഞെടുപ്പ് കാലം. പക്ഷേ ഒരു യാഥാർത്ഥ്യത്തെ അത് എല്ലാ കാലവും മറച്ചു പിടിച്ചുകൊണ്ട് ഒരു മഹാനാക്കി അവതരിപ്പിച്ചിരുന്നതിനെ ഒറ്റ വാചകത്തിലൂടെയാണ് വെള്ളാപ്പള്ളി പൊളിച്ചത്. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിലൂടെ ഇന്ന് വീണ്ടും ആവർത്തിച്ചു. അപ്പോൾ VD സതീശനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിപക്ഷ നേതാവായി എന്നുള്ളത് കൊണ്ട് ആരെപ്പറ്റി എന്തും പറഞ്ഞു കളഞ്ഞ് അങ്ങനെ അതിലൂടെ പ്രമാണിയാകാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം വെറും പ്രാണിയായി മാറി എന്നുള്ളതാണ് നേര്. അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ള ഒരു വലയം അത് മാത്രമാണോ അദ്ദേഹത്തിന്റെ ശ്രദ്ധ? കുറ്റം മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ് പത്രങ്ങളിൽ ഹെഡിങ് വാങ്ങിച്ച് പ്രമാണിയാകുന്നു. പറയുന്നത് എന്താണെന്നും അതിന്റെ റിയാക്ഷൻ എന്താണെന്നും മനസ്സിലാക്കാതെ ഈ എവിടെ എന്തെല്ലാം വെറുപ്പുണ്ടോ സമൂഹത്തിൽ അത് നാക്കുകൊണ്ട് വിലക്ക് മേടിക്കുന്ന ഒരാളാണ് ഞാൻ. കേരള രാഷ്ട്രീയത്തിൽ എനിക്ക് 58 വയസ്സുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ ചെറുതും വലുതുമായ ഒരുപാട് ആളുകൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്, അടുത്തിട്ടുണ്ട്. പലരുമായിട്ട് അടുക്കുകയും അതുപോലെ തന്നെ ശണ്ടയും പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്തരം വർത്തമാനം പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഓരോ ഗാന്ധിയനാണെന്ന് പറയുകയും ആരോടും ഒരു പ്രതിപക്ഷ ബഹുമാനമില്ലാതെ ഏത് തറവറ പറയാനും യാതൊരു മടിയില്ലാത്ത ഒരു തറ നേതാവെന്ന് പറഞ്ഞാൽ അതായിരിക്കും ശരി. VD സതീശൻ പറഞ്ഞത്, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് എന്താണെന്ന് പരിശോധിക്കട്ടെ, എന്നിട്ട് പ്രതികരിക്കാം. താങ്കൾ എന്തോ രാഷ്ട്രീയ ഉദ്ദേശ്യം വെച്ച് വിമർശിക്കുന്നു എന്ന രീതിയിൽ ഒരു ആഖ്യാനമാണ് അദ്ദേഹം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഇന്നലത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണം കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. അദ്ദേഹത്തിന് സൗകര്യം പോലെ വാക്ക് മാറിയും മറിഞ്ഞും പറയുന്ന ഒരാളാണ്. കാരണം അദ്ദേഹം നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഒരു സമുദായ നേതാക്കന്മാരുടെയും മത നേതാക്കന്മാരുടെയും തിണ്ണ നിറങ്ങുന്നതിനല്ലെന്നുള്ള പറഞ്ഞത് ഇന്നും നിങ്ങൾ ക്ലിപ്പായിട്ട് ഇന്നും ആളുകൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ആളുകൾ എവിടെ എല്ലാം കയറി മത നേതാക്കന്മാരും സമുദായ നേതാക്കന്മാരുടെയും എല്ലാം തിണ്ണ നിറങ്ങുകയും ബിഷപ്പ് പാലസ് എല്ലാം കയറി ഇറങ്ങിയില്ലേ. അദ്ദേഹം പറയനും പറച്ചിലും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടാകും. മാത്രമല്ല, അദ്ദേഹം ഇപ്പോൾ വ്യാഖ്യാനിച്ച് പറയുന്നത് ഞാൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വരുമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാനെന്ന് പറയണത്. അങ്ങനെ ഉദ്ദേശമില്ല, അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വരുമെന്നുള്ള എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. കാരണം ഇദ്ദേഹത്തെ കൂട്ടുള്ള ആളുകളെ നേതാവായിട്ട് നിൽക്കുന്നിടത്തോളം കാലം കോൺഗ്രസിന് ആസന്ന ഭാവിയിലൊന്നും കേരളത്തിൽ ഭരിക്കാനൊരു അവസരം ഉണ്ടാകുകയല്ല, ഉണ്ടാക്കി കൊടുക്കുകയല്ല ഇവർ. ഇപ്പൊ തന്നെ എത്ര പേരാണ് മുഖ്യമന്ത്രിയാകാൻ നടക്കുന്നത്? 4-5 പേരാണ് മുഖ്യമന്ത്രിയാകാൻ നടക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഇവിടെ നേതാവുണ്ടോ കോൺഗ്രസിനകത്ത്? അതായത് എല്ലാം വെളിച്ചപ്പാടായിട്ട് നടക്കുകയല്ലേ. കേരളത്തിൽ VD സതീശൻ എന്ന അഹങ്കാരിയെ ഉൾക്കൊള്ളണമെന്നുണ്ടെങ്കിൽ സാമാന്യമായിട്ടുള്ള ഒരു മനുഷ്യനും കഴിയില്ല. നടപ്പിലും നോട്ടത്തിലും പ്രവൃത്തിയിലെല്ലാം അടിമുടി അഹങ്കാരിയായിട്ടുള്ള ധിക്കാരിയായിട്ടുള്ള ധാർഷ്ട്യക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയെ സവർണ മേനോൻ എന്നുള്ള ഒറ്റ കാരണത്താൽ കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കുള്ളിലെ ഭൂരിപക്ഷ സവർണ മനോഭാവക്കാർ ചേർന്ന് ഒരു പ്രത്യേക ഇമേജിലേക്ക് അങ്ങ് അവതരിപ്പിക്കുകയായിരുന്നു. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിസ്റ്റ് എന്നൊക്കെയാണ് ഈ അഹങ്കാരിയെ വിശേഷിപ്പിച്ചിരുന്നത്. ഏതുപോലെ ഉമ്മൻചാണ്ടി എന്ന കോൺഗ്രസിൻ്റെ 50 വർഷം ഒരു മണ്ഡലത്തിൽ വിജയിച്ചിരുന്ന വേറെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ വ്യക്തിയും വിജയിക്കാത്ത മണ്ഡലത്തിൽ സഹതാപം ഇറക്കി വലിയ വിജയം പിടിച്ചെടുത്തതാണ് ഈ സ്ട്രാറ്റജിസ്റ്റിൻ്റെ കഴിവത്ര. മറ്റൊന്ന് തൃക്കാക്കരയിൽ കോൺഗ്രസിൻ്റെ സ്വന്തം മണ്ഡലം. PT തോമസ് മരിച്ചപ്പോൾ ഭാര്യയെ കൊണ്ടുവന്നിറക്കി. മറ്റൊരു രാഷ്ട്രീയക്കാരനെ കൊണ്ടുവന്ന് നിർത്താൻ തണ്ടിനുറപ്പില്ലായിരുന്നു. സ്വന്തം ഭാര്യയെ കൊണ്ടുവന്ന് സഹതാപം ഇറക്കി വിജയിപ്പിച്ചതും തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിസ്റ്റാണത്രേ. സിറ്റിംഗ് മണ്ഡലമായിട്ടുള്ള പാലക്കാട് ജില്ല, അതും 15 വർഷമായി വിജയിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ഒരു വിജയം കൈപ്പടിയിൽ ഒതുക്കി. അത് ഒരു വലിയ സംഭവമാണ്. പക്ഷേ 96 മുതൽ ചേലക്കര
ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് ഇതേ സവർണ മനോഭാവ മാപ്രകൾ പ്രചരിപ്പിക്കുന്നിടത്ത് എന്തുകൊണ്ട് സതീശന് വിജയിക്കാൻ കഴിഞ്ഞില്ല? അതും പിടിച്ചെടുക്കുമെന്ന് ഈ അഹങ്കാരി പറഞ്ഞതിനെ മാധ്യമ സ്ഥാപനങ്ങൾക്കുള്ളിലെ ചില സവർണ തമ്പുരാക്കന്മാർ പിന്താങ്ങി അതാണ് ശരിയെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. ഒടുവിൽ എന്ത് സംഭവിച്ചു? ഈ അഹങ്കാരിയുടെ, ധിക്കാരിയുടെ, ധാർഷ്ട്യക്കാരൻ്റെ സ്വഭാവത്തിൽ മടുത്ത്, അല്ലെങ്കിൽ അത്തരം പ്രവൃത്തിയും പ്രതികരണവും കണ്ട് പൊറുതിമുട്ടി സാമുദായിക നേതാക്കന്മാർ തുറന്നടിച്ചു തുടങ്ങി. അപ്പോഴാണ് അവരുടെയും ശബ്ദം ഉയർന്നു വരുന്നത്. കാര്യം റേറ്റിംഗ് ഒരു പ്രശ്നമാണല്ലോ. ആ റേറ്റിംഗിൻ്റെ സന്ദർഭത്തിൽ ഇത്രയും ദിവസം സതീശനാണ് നമ്മളെ സഹായിച്ചിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ സതീശനെതിരെ വന്നാൽ നമ്മുടെ വാർത്താ കച്ചവടം ഓടണമെന്നുണ്ടെങ്കിൽ അപ്പോൾ പ്ലേറ്റ് മാറ്റും. പണ്ടത്തെ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നപ്പോൾ എന്താണ് ഈ സവർണ തമ്പുരാക്കന്മാർ ചെയ്തിട്ടുള്ളത്? അത്രയേ ചെയ്യുന്നുള്ളൂ. ഇന്നലകളിൽ സതീശൻ എന്ത് ചെയ്തോ അതേ രീതി തന്നെയാണ് സവർണ മാപ്രകളും ചെയ്തിരിക്കുന്നത്. എന്തായാലും രമേശ് ചെന്നിത്തലയുടെ പേര് വെള്ളാപ്പള്ളി നടേശനിലൂടെ ഉയർന്നു വരുമ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ 2025 ആടിനാശം, വെള്ളപ്പൊക്കവും ദീപാവലിയുമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ലാതായിരിക്കുകയാണ്.